കാലം പാർട്ട് 11. അപ്പോൾ കൊച്ചു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലേ? ആനി കല്യാണിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കല്യാണി കരഞ്ഞുകൊണ്ട് മുഖം പൊത്തി. ദേ, ഇവളെ എന്നാത്തിനാടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? കല്യാണിയുടെ കരച്ചിൽ കാണേ മറിയക്ക് കലി കയറി. കൊച്ചെ, രക്ഷപ്പെടാൻ എന്തേലും വഴിയുണ്ടോയെന്ന് നോക്കുന്നതിന് പകരം നീ ഇങ്ങനെ കിടന്ന് മൂങ്ങിയിട്ട് വല്ല കാര്യവും ഉണ്ടോ? ആ റീന മാഡം പോയത് കണ്ടില്ലേ? ഞങ്ങളൊന്ന് തൊടുക പോലും ചെയ്തില്ല. എന്നതാ കാര്യം? താടിയുള്ള അപ്പനെ പേടിയുണ്ട്, അത് തന്നെ. ആനി മറിയയുടെ കൂടെ ചേർന്നു. കൊച്ചു കരയാതെ, പെണ്ണുങ്ങളായ കുറച്ച് തൻ്റെ ഇടം കാണിക്കണ്ടേ? ആനി സ്നേഹത്തോടെ കല്ലുവിൻ്റെ നെറുകയിൽ തലോടി. അവൾക്ക് പെട്ടെന്ന് തൻ്റെ സ്വന്തം അമ്മ അടുത്തിരിക്കുന്ന പോലെ തോന്നി. ഞാനൊന്ന് ആ മടിയിലോട്ട് കിടന്നോട്ടെ? കല്ലു ആനിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കല്ലുവിന് ആ നിമിഷം ചായാൻ ഒരു മടിത്തട്ട് വേണമായിരുന്നു. ആനി ഒരു നിമിഷം ഒന്ന് വിറപൂണ്ടു. അതിനെന്താ, കൊച്ചിങ്ങോട്ട് വാ. കല്ലു ആനിയുടെ മടിത്തട്ടിലേക്ക് ചാഞ്ഞു. ആനിയുടെ ഇതുവരെ പൂക്കാത്ത ഗർഭപാത്രത്തിൽ ഒരു തുടിപ്പ് തോന്നി. ആനിയുടെ നെഞ്ച് ഒന്ന് പിടച്ചു. ആനി ആ കലങ്ങിയ മിഴികളോടെ മറിയയെ ഒന്ന് നോക്കി. മറിയ മാറി നിന്ന് തൻ്റെ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചു. അതുപോലെ ഒരു പളുങ്കു പോലെയുള്ള കൊച്ചിനെ എൻ്റെ ആനിക്കും കൊടുക്കായിരുന്നില്ലേ? അതിന് പകരം ആ പെൺകുട്ടിയെ കുറച്ച് രാക്ഷസന്മാരുടെ ഇടയിൽ ജനിപ്പിച്ചേക്കുന്നു. മറിയ മുകളിലേക്ക് നോക്കി മിഴികൾ നട്ട് ദൈവത്തോട് കയർത്തു. ആനിയുടെ മടിയിൽ കിടന്ന് കല്ലു പതിയെ ഉറങ്ങിയിരുന്നു. പൂച്ചക്കുഞ്ഞിനെപ്പോലെ ഒരുത്തി അല്ലേടി? ആനി കല്ലുവിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് മറിയയോട് ചോദിച്ചു. ഏതവന്മാരാണാവോ ഇതിനെ പെടുത്തിയത്? കണ്ടു കിട്ടിയിരുന്നെങ്കിൽ മാർക്കറ്റിലെ പിള്ളേരെ കൊണ്ട് പറഞ്ഞ് 2 പൊട്ടിക്കായിരുന്നു. മറിയക്ക് ദേഷ്യം വന്നു. പെട്ടെന്നാണ് സെബാസ്റ്റ്യൻ സെല്ല് തുറന്നു വന്നത്. കല്ലു ശബ്ദം കേട്ട് ഞെട്ടി കണ്ണുകൾ തുറന്നു. ചാടി എഴുന്നേൽക്കാൻ നോക്കി. ആനി അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി. ഏയ്, പേടിക്കല്ല കൊച്ചെ, ഞങ്ങളില്ലേ? ആനി കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ട് കല്ലുവിനോടായി പറഞ്ഞു. ദേ, നിങ്ങളെ ഇറക്കാൻ ആള് വന്നേക്കുന്നു, ഇറങ്ങിപ്പോരെ രണ്ടും, സെബാസ്റ്റ്യൻ മറിയയോടും ആനിയോടുമായി പറഞ്ഞു. ആനിയും മറിയയും പതിയെ എഴുന്നേറ്റു കല്ലുവിനെ നോക്കി. ഞങ്ങൾ പോയിട്ട് വരാം കൊച്ചെ, ഒന്ന് അന്വേഷിക്കാം ആരാണ് നിന്നോട് ഇത്രയും വലിയ ചതി ചെയ്തത് എന്ന്. കല്ലു പതിയെ തലയാട്ടി. അവൾക്ക് കരച്ചിൽ വന്നു. ആനിയുടെ കണ്ണും ഒന്ന് നിറഞ്ഞു. കല്ലുവിൻ്റെ കവിളിൽ ഒന്ന് തലോടി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. സെല്ലിൻ്റെ ഇരുമ്പുവാതിൽ അടക്കപ്പെട്ടു. കല്യാണി പിന്നെയും ആ 4 ചുമരുകൾക്കിടയിൽ ഒറ്റയ്ക്കായിപ്പോയി. മുന്നിൽ ബെന്നിച്ചനും അവറാച്ചനെയും കാണെ ആനിയും മറിയയും തല താഴ്ത്തി നിൽക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഗതികേട് നോക്കണേ. സാധാരണ അടിയും പിടിയുമായി ഭർത്താക്കന്മാരാണ് ജയിലിൽ കിടക്കാറ്. ഇതിപ്പോൾ മാസത്തിൽ ഒരിക്കൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലല്ലേ? ബെന്നി രൂക്ഷമായി മറിയയെ ഒന്ന് നോക്കി. മറിയ തല താഴ്ത്തി നിന്നുപോയി. ഇന്നെന്തായിരുന്നു 2 കൂടി അടി? അവറാച്ചൻ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ അല്ലേ, ഞാനും നാത്തോനും കൂടെ 1-2 പറഞ്ഞ് തെറ്റിയെന്ന് വരും. ചിലപ്പോൾ 2 അടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തെന്ന് വരും. നിങ്ങത് ഇടപെടണ്ടെന്നേ, ആനി തുറന്നടിച്ചു. ബെന്നിയും അവറാച്ചനും പരസ്പരം നോക്കി. ഇപ്പം നമ്മളാരായി? ബെന്നിയുടെ പെങ്ങളാണ് ആനി. ഉറ്റ സുഹൃത്തായ അവറാച്ചൻ തന്നെയാണ് അവരെ കെട്ടിയിരിക്കുന്നത്. അവർക്ക് കുഞ്ഞുങ്ങളില്ല. ബെന്നിക്കും മറിയക്കൊരു മകളുണ്ട്, അലീന. എൻ്റെ പൊന്ന് സെബാസ്റ്റ്യൻ സാറേ, ഇവളുമാർ ഇനിയും തല്ലുണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ കയറുവാണെങ്കിൽ 2 പൊട്ടിച്ചേക്ക് കേട്ടോ, ബെന്നി സെബാസ്റ്റ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പൊന്നു ബെന്നിച്ച, 3 പെൺകുട്ടികളാണ് എനിക്ക്. അവർക്ക് അച്ഛനില്ലാതാക്കല്ലേ. നിങ്ങളുടെ ഭാര്യമാരെ തല്ലുന്നതിനും ഭേദം ഏതെങ്കിലും ട്രെയിനിന് തലവെക്കുന്നതാണ്. സെബാസ്റ്റ്യൻ കൈമലർത്തി. മറിയയും ആനിയും അടക്കി ചിരിച്ചു. അവർ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കാശിയും നന്ദനും അകത്തേക്ക് വരുന്നത് കാണുന്നത്. കാശിയുടെ കയ്യിൽ പിടിച്ച് കുതറുന്നവനെ കാശി വലിച്ച് സ്റ്റേഷനിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അകത്തെ ഓഫീസിൽ നിന്നും SI പെട്ടെന്ന് പുറത്തേക്ക് പാഞ്ഞു വന്നു. എന്താ ഇവിടെ പ്രശ്നം? അയാൾ കാശിയെ നോക്കി തിരക്കി. ഇവനാണ് സാർ, ഇവനാണ് അറക്കലിൽ നിന്നും സ്വർണം മോഷ്ടിച്ചത്. എന്നിട്ട് ആ പാവം പെണ്ണിനെ എല്ലാവരും കൂടെ. കാശിയുടെ ശബ്ദം ഒന്ന് ഇടറി. അറക്കലെ ചോര തന്നെയാണ് ഇവൻ. എന്നിട്ടാണ് അവർ ഈ പെണ്ണിനെ പെടുത്താൻ നോക്കിയത്, കാശി വീറോടെ പറഞ്ഞു. കല്ലു ആ ശബ്ദം കേട്ട് ഓടി വന്ന് സെല്ലിൻ്റെ അഴികളിൽ പിടിച്ചു നിന്നുപോയി. കല്ലു ചേച്ചി എന്നും വിളിച്ച് ഇന്നലെ കയറി വന്ന ഒരുത്തൻ്റെ മുഖം കല്ലുവിൻ്റെ ഓർമ്മയിൽ പതിയെ തെളിഞ്ഞു. അറക്കലെ സുഹറയുടെ മകൻ, അവനാണ് അജ്മൽ. ബീവി ഉമ്മക്ക് 3 മക്കളാണ്. അത്രയും സൗഹൃദത്തിലും സന്തോഷത്തിലും കഴിയുന്ന 3 സഹോദരങ്ങൾ. ഉമ്മർ, സുഹറ, അൽത്താഫ്. ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകി ഉമ്മർ പോയ അന്നു മുതലാണ് ഹാജറ അറക്കൽ ഭരിച്ചു തുടങ്ങിയത്. അൽത്താഫും കുടുംബവും പുറം രാജ്യത്തേക്ക് പോയപ്പോൾ ഇവിടെ സുഹറ തനിച്ചായി. പക്ഷേ അജ്മൽ അങ്ങനെ ചെയ്യുമോ? എനിക്ക് അവൻ നന്ദനെ പോലെ ആയിരുന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് ബീവി ഉമ്മയെ കാണാൻ വരുമായിരുന്നു. അതിനിടയിൽ തന്നെ എന്നോടും പെട്ടെന്ന് കൂട്ടായി. കല്ലുചേച്ചി എന്ന അജ്മലിൻ്റെ വിളി ഒരു നിമിഷം മനസ്സിൽ തെളിഞ്ഞു. അപ്പോൾ അതൊന്നും ആത്മാർത്ഥമായിരുന്നില്ലേ? കല്ലുവിൽ ഒരു നടുങ്ങൽ വന്നു നിന്നു. ഒരിക്കൽ പോലും സംശയത്തിൻ്റെ ഒരു കണിക പോലും അജ്മലിലേക്ക് നീണ്ടില്ലല്ലോ എന്ന് അവൾ സ്വയം കുറ്റപ്പെടുത്തി.
കല്ലു അജ്മലിനെ ഒന്ന് നോക്കി ദയനീയമായി ഒന്ന് ചിരിച്ചു. അജ്മൽ മിഴികൾ പിടച്ചുകൊണ്ട് നിലത്തേക്ക് നോക്കി നിന്നു. എന്തിനായിരുന്നു എന്നോട്? അജ്മലിൻ്റെ മുഖം നോക്കി അത്രയും ചോദിച്ചപ്പോഴേക്കും കല്ലുവിന് വാക്കുകൾ നിലച്ചു. ആനി കല്ലുവിൻ്റെ എതിർവശത്തേക്ക് കയറി നിന്ന് കർണം പുകച്ച് അജ്മലിന് ഒന്ന് കൊടുത്തു. ആരാ എന്താ എന്നറിയാതെ അജ്മൽ ആനിയെ നോക്കി നിന്നുപോയി. ഇവനോടൊന്നും നിന്ന് കുർബാന ചൊല്ലി കൊടുത്തിട്ട് കാര്യമില്ല കൊച്ചേ, ഇങ്ങനെ അങ്ങ് അടിച്ച് നേരെയാക്കിയേക്കണം. ആനിയുടെ ആ പ്രവൃത്തിയിൽ കൂടെ നിന്നവരൊക്കെ ഞെട്ടി. സെബാസ്റ്റ്യൻ പെട്ടെന്ന് മുന്നിലേക്ക് കയറി വന്നു. എൻ്റെ പൊന്നവറാച്ച, ഈ ആനിയെയും വിളിച്ചൊന്ന് പൊയ്ക്കേ. ആ മേലുദ്യോഗസ്ഥരോ മറ്റോ ഇത് കണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല കഥ ആയിരുന്നേനെ. എൻ്റെ ജോലി കളയുമ്പോൾ നിങ്ങൾ? സെബാസ്റ്റ്യൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അവറാച്ച മുന്നിലേക്ക് കയറി വന്ന് ആനിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. അല്ലേ, ഇത് നല്ല കൂത്ത്. നീ എന്തിനാടി ആ ചെറുക്കനെ തല്ലിയേ? അവറാച്ചൻ പല്ല് ഞെരിച്ച് ആനിയെ നോക്കി. ആനിയും അന്നേരം കല്യാണിയെക്കുറിച്ചുള്ള ചിന്തകളിൽ തന്നെയായിരുന്നു. ആരാണ് അവൾ തനിക്ക് ഇത്രമാത്രം സങ്കടപ്പെടാൻ, ഇത്രമാത്രം അവൾക്ക് വേണ്ടി ഊറ്റം കൊള്ളാൻ? കുറഞ്ഞ സമയത്തിനുള്ളിൽ കല്യാണി തനിക്ക് ആരൊക്കെയോ ആയിരിക്കുന്നു. പുറകെ വരുന്ന ബെന്നിയും മറിയയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ മറിയൊന്ന് ചിരിച്ചു. ഏതാടിയ കുട്ടി? പേര് കല്യാണി. 10 മിനിറ്റ് മുന്നേ ആനി പെറ്റിട്ടതാ. മറിയയുടെ മറുപടിയിൽ ബെന്നി വായും പൊളിച്ചു നിന്നു. ആ കുറഞ്ഞ നേരം കൊണ്ട് കല്യാണിയും അവളുടെ ജീവിതവും എത്രമാത്രം ആനിയെ പിടിച്ചുലച്ചിട്ടുണ്ടെന്ന് മറ്റാരേക്കാളും മറിയയ്ക്ക് മനസ്സിലാവുമായിരുന്നു. കാശിയും കല്ലുവും നന്ദനും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആനി പുറത്തു തന്നെ നിൽപ്പുണ്ട്. കല്ലു പതിയെ ആനിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആനി അവളുടെ കയ്യിൽ പിടിമുറുക്കി. കൊച്ചിനെ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞു നിന്നതാ ഇവൾ. അവറാച്ചൻ ഒന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ കൊച്ചേ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടാവുമെന്ന്. അവർ കല്ലുവിനെ നോക്കി കല്ലുവിൻ്റെ ഒഴുകി വീഴുന്ന കണ്ണുകൾ പതിയെ തുടച്ചു കൊടുത്തു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കല്ലുവിനും പ്രിയപ്പെട്ടതെന്തോ നഷ്ടപ്പെടുന്ന പോലെ തോന്നി. ആ മടിത്തട്ടിൽ കിടന്നപ്പോൾ ആദ്യമായി തോന്നിയ സുരക്ഷിതത്വത്തിൻ്റെ വേലിക്കെട്ടിൽ അകപ്പെട്ടു പോയിരുന്നു കല്ലു. ദിവസം കല്ലു ആ വീടിന് പുറത്തേക്ക് ഇറങ്ങിയില്ല. എല്ലു നുറുങ്ങുന്ന വേദനയായിരുന്നു സത്യത്തിൽ. അന്ന് കറന്നെടുത്ത പാൽ പോലും ആരും എവിടെയും കൊണ്ടുകൊടുക്കാൻ തയ്യാറായില്ല. നന്ദന് തിരക്കാണ്. ശ്രീകുട്ടിക്ക് സൈക്കിളിൽ പാലും വെച്ച് കൊണ്ടുപോവാൻ നാണക്കേട്. താൻ ഈ ഇരിപ്പിരുന്നാൽ കുടുംബ പട്ടിണിയായി പോവുമെന്ന് കല്ലുവിന് തോന്നി. ഇല്ലാത്ത ധൈര്യം മനസ്സിൽ കുത്തി നിറച്ച് അന്ന് രാവിലെ രാഘവൻ ചേട്ടൻ്റെ കടയിലേക്ക് വെച്ച് പിടിച്ചു. സൈക്കിൾ ഓരോ വട്ടം ചവിട്ടുമ്പോഴും കല്ലുവിൻ്റെ കാലുകൾ വേദന തിന്നു തുടങ്ങി. ലാത്തിപ്രയോഗം കൊള്ളാം. കല്ലു വേദനയോടൊന്ന് ചിരിച്ച് മനസ്സിൽ ഓർത്തു. തന്നെപ്പോലെ എത്രയോ നിരപരാധികൾ ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ടാകും. തന്നെ രക്ഷിക്കാൻ ഒരാൾ ഉണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെയും കിടക്കേണ്ടി വരില്ലായിരുന്നോ ആ ഇരുട്ടറയിൽ? ആ ചിന്ത പോലും കല്ലുവിനെ പേടിപ്പിച്ചു. ശരവണൻ്റെ വീടിൻ്റെ അരികിൽ എത്തിയപ്പോൾ കല്ലുവിൻ്റെ മനസ്സൊന്ന് ശാന്തമായി. അതെ, ചിലങ്കയുടെ ശബ്ദം. ഒന്ന് തലവെട്ടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു 3-4 കുട്ടികൾ അമ്മുവിൻ്റെ കാലുകളുടെ ചലനങ്ങളെ ശ്രദ്ധയോടെ അനുകരിക്കുന്നത്. കല്ലുവിന് സന്തോഷം തോന്നി. സദാ നിരാശ നിറഞ്ഞ അമ്മുവിൻ്റെ മുഖത്ത് ഒരു തരം ആത്മവിശ്വാസം അലയടിക്കുന്ന പോലെ തോന്നി കല്ലുവിന്. അമ്മ സഹായിക്കാൻ അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. അമ്മയുടെ പ്രാണനാണ് ആ ചിലങ്ക എന്ന് എനിക്കറിയാം. എൻ്റെയും പ്രാണനാണ്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അതുകൊണ്ട് കഴിക്കട്ടെ അല്ലേ അമ്മ? കല്ലു മനസ്സിൽ അമ്മയോടായി പറഞ്ഞു. അന്ന് ചായക്കടയിലേക്ക് പാൽ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ പലരും തന്നെ നോക്കി അടക്കം പറയുന്നുണ്ടായിരുന്നു. ചിലരുടെ കണ്ണുകളിൽ പരിഹാസമാണ്. രാഘവേട്ടാ, പെങ്കൊച്ച് കടയിലോട്ടൊക്കെ കയറുമ്പോൾ ശ്രദ്ധിച്ചോട്ടാ. പണപ്പെട്ടിയിൽ നിന്ന് വല്ലതും പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആരോ പറയുന്നത് കേട്ടപ്പോൾ കല്ലു തറഞ്ഞു നിന്നുപോയി. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ എന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ? അവൾക്ക് ഉറക്കൊന്ന് കരയാൻ തോന്നി. 60 പവനൊക്കെ കൈ വെച്ചിട്ട് ഈ പാലും പാത്രം കൊണ്ട് നടക്കണം മോളെ? കൂട്ടത്തിൽ ഒരുത്തൻ ചോദിച്ചപ്പോൾ പകുതിയിലധികം പേരും അയാൾ എന്തോ വലിയ തമാശ പറഞ്ഞ കണക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുറകിൽ എവിടെയോ മാറി നിന്നിരുന്ന കാശി മുന്നോട്ട് ഓടി വന്ന് അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കിയിരുന്നു. നീ കണ്ടോടാ അവൾ എടുക്കുന്നത്? പറയടാ. കാശിക്ക് ദേഷ്യം കൊണ്ട് വിറച്ചു. അതിന് നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നേ? അവളെ പറയുമ്പോൾ നിനക്ക് എന്തിനാടാ പൊള്ളുന്നേ? അയാൾ കാശിയുടെ കൈ വിടുവിക്കാൻ നോക്കുന്നുണ്ട്. ഒരു വട്ടം കാശിയുടെ കൈ ഒന്ന് ഉയർന്നു താഴ്ന്നപ്പോൾ അയാളുടെ ധൈര്യം ചോർന്നുപോയി. കിട്ടിയ അടിയുടെ തരിപ്പിൽ അയാൾ അങ്ങനെ ഇരുന്നു പോയി. ആരൊക്കെയോ ചേർന്ന് കാശിയെ പിടിച്ചു മാറ്റി. പുറത്തേക്ക് ഇറങ്ങിയ കാശി കല്ലുവിൻ്റെ സൈക്കിൾ പതിയെടുത്തു. വാ, കല്ലുവിനെ വിളിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. എന്തിനാ കാശി നീയും എനിക്ക് വേണ്ടി? ചീത്തപ്പേര് വന്നാ പിന്നെ തേച്ചാലും മായ്ച്ചാലും പോവില്ലടാ. കല്ലു ദയയോടെ അവനെ നോക്കി. ഒന്നും മിണ്ടാതിരിക്കുക കല്ലു. നീ യഥാർത്ഥത്തിൽ പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുകയാണോ? കാശിക്ക് ദേഷ്യം വന്നു. എന്ത് പറഞ്ഞാലും കിടന്ന് മുങ്ങിക്കോളും. എത്ര കൊണ്ടാലും പഠിക്കരുത്. കല്ലു ഒന്നും മിണ്ടാതെ മൗനത്തെ കൂട്ടുപിടിച്ചു. ഇതൊന്ന് പിടിച്ചേ. കയ്യിലെ പൊതി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. വീഴ്ച നിൽക്കാതെ വാങ്ങിക്കുക കല്ലു.
അവൻ്റെ ശാസന നിറഞ്ഞ സ്വരം കാതിൽ പതിഞ്ഞപ്പോൾ അവൾ കൈനീട്ടി അത് വാങ്ങി. എന്താ ഇത് കാശി? ഇത് കുറച്ച് പണം. ആനന്ദൻ്റെ കടം വീട്ടണ്ടേ? ഇനി അവൻ്റെ തല്ലുകൂടെ കൊള്ളാനുള്ള ആരോഗ്യം നിനക്കുണ്ടോ കല്ലു? അല്ലെങ്കിൽ തന്നെ ഒരുമാതിരി ചെണ്ടയുടെ അവസ്ഥയാണ് നിനക്കിപ്പോൾ. വരുന്നവരൊക്കെ വന്ന് ഒന്ന് തട്ടിയിട്ട് പോകുന്നുണ്ട്. തളുങ്ങി ഒരു പരുവമായി പെണ്ണ്. പകുതി കാര്യമായും പകുതി തമാശയായും പറഞ്ഞ് കാശി നിർത്തവേ കല്ലു അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കാശി, എടാ എൻ്റെ പൊന്നു കൊച്ചെ, കടമായിട്ടാണ്, തിരിച്ചു തന്നേക്കണം. ഈ വണ്ടി ഓടിച്ച് കിട്ടുന്ന കാശ് ആണേ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പണി തന്നെയാ. ഇപ്പോൾ നിന്റെ കാര്യം നടക്കട്ടെ. കാശി, നിന്റെ കയ്യിൽ എവിടെ നിന്ന് ഇത്രയും പണം? കല്ലു എടുത്തു ചോദിച്ചു. കാശി ഒന്ന് പതറിയത് കല്ലു വ്യക്തമായി കണ്ടു. എന്തായാലും കട്ടതും കൊള്ളയടിച്ചതും ഒന്നുമല്ല. കാശി ഇന്നേ വരെ തെറ്റായ വഴിക്ക് പോയിട്ടില്ല, ഇനി പോവുകയുമില്ല. അത്രയും പറഞ്ഞ് കാശി തിരിഞ്ഞു നടക്കുമ്പോൾ അത് തൻ്റെ ചോദ്യങ്ങളിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടമായി കല്ലുവിന് തോന്നി. ഇത്രമാത്രം എൻ്റെ ഉള്ളറിയാൻ, എന്നെ മനസ്സിലാക്കാൻ ആരാണവൻ? കാശി എന്നും കല്ലുവിനൊരു അത്ഭുതമാണ്. പേരിട്ട് വിളിക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ, ആത്മാവിൽ വേരുകൾ പടർത്തി വസന്തം വിരിയിക്കുന്ന ചില ബന്ധങ്ങൾ. അങ്ങനെയാണ് കാശി കല്ലുവിനും കല്ലു കാശിക്കും. വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ അച്ഛൻ ഇരിപ്പുണ്ട്. ദേശം ചുറ്റി മടുത്ത് കാണും, അല്ലെങ്കിൽ കയ്യിലെ പണം ദൂർത്തടിച്ച് കഴിഞ്ഞു കാണും. ആനന്ദന് കൊടുക്കാനുള്ള പണം വേഗത്തിൽ കാലിയായ പാൽപാത്രത്തിലേക്ക് കല്ലു വെച്ചു. ഇല്ലെങ്കിൽ അതും വേണ്ടിവരും. അകത്തേക്ക് കയറുമ്പോഴാണ് വെളിയിൽ കിടക്കുന്ന കാർ ശ്രദ്ധിക്കുന്നത്. അച്ഛൻ അരികിലിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ കല്ലുവിൻ്റെ നെഞ്ചൊന്ന് കനത്തു. സൂര്യകാന്തി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ ഫോളോ കൂടെ ചെയ്തേക്കണേ. താങ്ക്